അപ്പൊ അടിപൊളിയാ. അപ്പൊ അങ്ങനെ ജോയിന്റ് ഫാമിലി വീട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുള്ളതുകൊണ്ട് എതിർപ്പ് കാര്യങ്ങളൊന്നുമില്ല. സംശയമാണോ? നടക്കൂ. അതെ. അപ്പൊ ഈ നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ വരുമ്പോ അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് അല്ല, അങ്ങനല്ല. ഇന്ന് നിങ്ങൾ നെഗറ്റീവ് ആയെങ്കിൽ നാളെ നമ്മളോടൊപ്പം ചേർത്ത് നമ്മൾ ആഗ്രഹിക്കും. നമ്മളെ എതിർക്കുന്നവരെ നമ്മുടെ കൂടെ നിർത്തുമ്പോൾ നമ്മുടെ വിജയം തീർച്ചയായിട്ടും. അപ്പം ആരെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കൂടെ നിന്ന് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏതറിയാലോ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എന്റെ കൂടെയുള്ളത് രണ്ടാളുകളാണ്, കരുനാഗപ്പള്ളിയുടെ മുത്തായിട്ടുള്ള രണ്ടു പേര്. സോ ലെറ്റ്സ് വെൽക്കം അജ്മൽ അജി ആൻഡ് അഫ്സൽ കേസ്പുരം. താങ്ക് യു. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങൾ അടിപൊളി വിശേഷങ്ങളാണ്. ഞാൻ ഡെയിലി നോക്കുമ്പോ ഒരു ഉദ്ഘാടനമെങ്കിലും ഇവർക്ക് ഉണ്ടായിരിക്കും. ആർമാദിക്കാണ് അങ്ങോട്ടേക്ക്. ഒന്നുമില്ല, എന്തോ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അടിപൊളി. ഈ ഒരു ഇൻഫ്ലുവൻസർ മേഖലയിലോട്ട് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? പണ്ട് മുതലേ ഈ ഫോട്ടോ വീഡിയോ എടുക്കുക ഭയങ്കര പാഷനാണ്. നമ്മുടെ നാട്ടിലൊരു ചിത്ര സ്റ്റുഡിയോ ഉണ്ട്. അവിടുത്തെ അസീമാണ് എന്റെ ആദ്യമായിട്ട് ക്യാമറയിൽ എടുക്കുന്നത്. അങ്ങനെ ഫോട്ടോ എടുത്തപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്ന് അവിടെ അത് കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി നമ്മളൊരു ഇൻഫ്ലുവൻസിങ് ഉണ്ട്. അങ്ങനെ നൈസായിട്ട് തുടങ്ങി. എനിക്ക് ഒരു ഈ രീതിയിൽ വീഡിയോ അവതരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ആദ്യമൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനല്ല ഡിലീറ്റ് ചെയ്യും. ഇന്നൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു റിസൾട്ട് ഉണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ ഈ ഫ്രണ്ട് സർക്കിൾ അവരുടെ ഒരു സപ്പോർട്ട് വലിയ സംഭവം. നമ്മള് നമ്മുടെ വീഡിയോയുടെ മഹത്വമല്ല, ഒരുപാട് സപ്പോർട്ട് ഷെയറിംഗ് ആണല്ലോ മെയിൻ ആയിട്ട്. തുടക്കം മുതൽ ഇപ്പൊ ഈ നിമിഷം വരെ സപ്പോർട്ട് ചെയ്യുന്ന. അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് രണ്ടു പേർക്കും എവിടേക്കും ഒരു സാമ്യം, നിങ്ങൾ സഹോദരന്മാരാണ്. അയ്യോ, പക്ഷെ എവിടേക്ക് ചെറിയ സാമ്യം തോന്നുന്നത് വിചാരിച്ചു ഞാൻ ട്വിൻസ് ആണെന്ന് പ്രതീക്ഷയില്ല. ഒരുപാട് പേര് പറയും, കണ്ടാ പറയുന്നത്. പണ്ട് ഒട്ടും പറയില്ല, ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാറാണല്ലോ. ശരിക്കും ഞാൻ ട്വിൻസ് ആട്ടോ. ട്വിൻസ് ആണ്. ഭയങ്കര അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞ. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ അറിയപ്പെടുന്ന രണ്ടുപേരാണ് ഈ പറയുന്ന അജ്മൽ അജിയും അഫ്സൽ കേസ്പുരും. ഞാനിവരെ ആദ്യമായിട്ട് കാണുന്നത് സിജോന്റെ വെഡിങ്ങിന് മറ്റേ ആങ്കർ ചെയ്യാൻ പോയ സമയത്ത് അജ്മൽ അജി ഞങ്ങളുടെ പേര് പറ. അപ്പൊ ഞാനിങ്ങനെ ആണല്ലേ ആരത്. പിന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ ഭയങ്കര ഒരു തരംഗത്തിലാണ്. അതെ, കിടിലനായിട്ട് വന്നു. ഇപ്പൊ ഇത് എന്റെ മുമ്പില് ഇന്റർവ്യൂവിന് വേണ്ടി രണ്ടുപേരെ ഇരിക്കുന്നു. ഓക്കെ, പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് പരിപാടിയൊക്കെ തുടങ്ങി. അപ്പൊ ഇപ്പോഴത്തെ ബിഗ് ബോസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ആസ് എ ഇൻഫ്ലുവൻസേഴ്സ്? ഇപ്പോഴത്തെ ബിഗ് ബോസ് നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല പഴയതുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട്. ഓക്കെ, അപ്പൊ നിങ്ങക്ക് ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആര്? അനുമോളാണോ? എന്താണ് അനുമോളെന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും ചിരി. അനുമോളെന്ന് പറഞ്ഞ വലിയൊരു ഇതില്ലാത്ത എന്താ പ്രശ്നം? അത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് ഇനാഗ്രേഷൻ പുള്ളിക്കാരി ഭയങ്കര കമ്പനിയായിരുന്നു. ഞാൻ പറഞ്ഞു ഐ എം ഇൻഫ്ലുവൻസർ. അപ്പോഴേ പുള്ളിക്കാരി ബാക്ക് അടിച്ചു. ഇൻഫ്ലുവൻസറോ എന്താ വേണ്ടത്? എന്തോ ഒരു ഇതുപോലെ നമുക്കത് ഫീൽ ചെയ്തു. പുള്ളിക്കാരി എന്നോട് ലാസ്റ്റ് ഇറങ്ങാൻ നേരം പറഞ്ഞു എനിക്ക് ജാടയാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഞങ്ങള് അതുവരെ ഭയങ്കര കമ്പനിയായിരുന്നു. ഇൻഫ്ലുവൻസർ ആണെന്ന് അറിഞ്ഞപ്പോ പുള്ളിക്കാരി ഒന്ന് ബാക്ക് അടിച്ചു. അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കൊരു ബാക്ക് വരുമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ശരിക്കും ആരാണ്? ഫേവറേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് വന്നതിനകത്ത് അനീഷ ഫേവറേറ്റ് അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ നല്ല ഗെയിം ചെയ്യുന്നത്. എല്ലാരും ഓരോ ഒരു കൈക്ക് 10 പേരിലുണ്ടെങ്കിൽ 10 പേരിലും മനസ്സിലാക്കി കളിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ 10 പേരെ മനസ്സിലാക്കി ഗെയിം ആസ് എ ഗെയിമറാണ്. പിന്നെ ഞാൻ അധികം ബിഗ് ബോസ് വലുതായിട്ട് കാണാറില്ല. പിന്നെ നമ്മള് പുള്ളിയുടെ കുറച്ച് കട്ടിങ്സുകളും കാര്യങ്ങളും അറിയാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മള് ബിഗ് ബോസ് എങ്ങനെ നമുക്ക് അറിയത്തില്ല. നിങ്ങളെന്താ ബിഗ് ബോസ് ട്രൈ ചെയ്ത്? നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നല്ലോ, എന്താ രണ്ടുപേരും ട്രൈ ചെയ്ത്? വേണവർ ഇങ്ങോട്ട് വരണം, ഞങ്ങളോട് അവര് വന്ന് റിക്വസ്റ്റ് ചെയ്യണം, അജ്മൽ അജിയും അഫ്സൽ കേസ്പുരും ദയവായിട്ട് ബിഗ് ബോസ് പരിപാടിയിൽ വരണം, സഹകരിക്കണം എന്ന്. ഞങ്ങളുടെ ഒരുമിച്ച് ഫാക്ടറി തീർന്നു. അപ്പൊ നിങ്ങക്ക് നിങ്ങളെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ബിഗ് ബോസിന്റെ കാര്യം തന്നെ എടുത്ത് പറയാന്നുണ്ടെങ്കിൽ അനുമോള് കളിക്കുന്ന ആ ഒരു ഗെയിമിനെ പറ്റി എന്താ പറയാനുള്ളത്? അങ്ങനെ പറയാൻ ആക്ച്വലി ഞാൻ കാര്യം പറയാം. ഞാൻ ഈ ഫുൾ ടൈം അങ്ങനെ ബിഗ് ബോസ് കാണാറില്ല. ഈ കട്ടിങ്സ് ആണ് കൂടുതലും കാണുന്നത്. അപ്പൊ അനുമോൾ ഇപ്പൊ കഴിഞ്ഞ വർഷം ലാലേട്ടൻ വന്ന് നല്ലപോലെ ഷൗട്ട് ചെയ്തല്ലോ. ഷൗട്ട് പുള്ളിക്കാരി ഇങ്ങനെ വിരുമ്പി നിന്നപ്പം എനിക്ക് അന്നേരം ഒരു വിഷമൊക്കെ തോന്നി. പുള്ളിക്കാരി അങ്ങനെ നമ്മളെങ്ങനെ ബാക്ക് പറയാൻ നമുക്കൊരു മനസ്സുണ്ടല്ലോ. അത് കണ്ടപ്പോ ഇത്ര ആൾക്കാരുടെ പുള്ളിക്കാരി ഒരു വിഷമൊക്കെ തോന്നി. അത്രേ ഉള്ളൂ.
പിന്നെ ഈ പ്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അതായത് ഈ കുറെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ ബിഗ് ബോസിൽ വെച്ചിട്ട് ആൾക്കാരെ അളക്കാൻ പറ്റത്തില്ല. അതിനകത്ത് കാണുന്ന ആൾക്കാരല്ല, അതൊരു ഗെയിമാണ്. ഗെയിം ആകുമ്പോൾ അവരുടെ ഗെയിം വിൻ ചെയ്യാൻ വേണ്ടി ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. എപ്പോഴൊക്കെയോ അവരുടെ ചില ഉള്ളിലുള്ള നമുക്ക് എത്ര ദിവസം ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റും, ചിലപ്പോ എപ്പോഴൊക്കെയോ പുറത്തൊക്കെ വരും, മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ കാര്യത്തിലോട്ട് തന്നെ വരാം. ഇപ്പം അജ്മൽ അജീം, അഫ്സൽ കെ എസ് പുരം ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതിൽ ഉപരി നമ്മുടെ എവിടെയായിരുന്നു സ്ഥലം? കാഞ്ഞിരങ്ങാടെന്നൊക്കെ വരുന്നത്. ഓക്കെ, കരുനാഗപ്പള്ളിയുടെ മുത്തായിട്ടുള്ള രണ്ടുപേര്. അപ്പം നിങ്ങളുടെ ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വാപ്പ, ഉമ്മ. വാപ്പ എക്സർവീസ്മാൻ ആണ്. പിന്നെ എന്റെ വൈഫ്, 2 മക്കള്. അവന് വൈഫ് വരുമ്പോ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ വീട്ടിൽ 9 പേര് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. കൂട്ടുകുടുംബം. പുതിയ കാലഘട്ടത്തിലെ സ്പെഷ്യൽ വൺ. സാധാരണ നമ്മള് കൂടുമ്പോൾ ഇമ്പമാണെന്നുള്ള. കൂടട്ടെ. അതെ, പണ്ടൊക്കെയാണ് ഈ ജോയിന്റ് ഫാമിലി എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നത്. ഇപ്പം ഒരു വീട്ടിൽ 9 അംഗങ്ങള്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ട്. പിന്നെ എല്ലാരും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, എല്ലാരും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, അതല്ലേ ലൈഫ്. അപ്പൊ അടിപൊളിയാ. അപ്പൊ അങ്ങനെ ജോയിന്റ് ഫാമിലി. ബിഗ് ബോസ് അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനല്ല, അതൊരു കൂട്ടം, ഒരുപാട് ആൾക്കാരുള്ളതല്ലേ, കണക്ട് ചെയ്ത് പറഞ്ഞു. അവിടുത്തെ മോഹൻലാലാണ് ഞങ്ങളുടെ പാപ്പ. അതെ, കൺട്രോൾ ചെയ്ത് മറ്റേ എക്സ് സർവീസ്. അപ്പൊ അതിന്റേതായ ഒരു സ്ട്രിക്റ്റ് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ തിരിച്ച് ഞങ്ങളിലേക്കുള്ള. അതെ, അത് പണ്ട് ഇങ്ങനെ പറയുന്നേക്കാം. പണ്ട് ഭയങ്കര ഇതായവര് പിന്നെ അപ്പൂപ്പന്മാരാവുന്ന സമയത്ത് അയ്യോ പാവങ്ങളെ പോലെയാവും. കളിച്ച് പുള്ളി ഞങ്ങളെ വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് പോകും. അപ്പൊ ഉപ്പയാണ് നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യണേ? ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ എല്ലാവരും. ഓക്കെ, അപ്പൊ വീട്ടില് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുള്ളതുകൊണ്ട് എതിർപ്പ് കാര്യങ്ങളൊന്നുമില്ല. തുടക്കത്തിലുണ്ടായിരുന്നു. സംശയമാണോ? ഇതുകൊണ്ടാണ് നല്ല നടക്കൂ. അതെ, നോർമലി അതെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഇറങ്ങാന്ന് പറയുമ്പം ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്താ ഇന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു ഏത് ജോലിക്ക് അതിന്റേതായ കഷ്ടപ്പാടുണ്ട്, ഒരു എഫേർട്ട് ഉണ്ട്. അല്ല, നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ സൊസൈറ്റി വിചാരിക്കുന്നത് ഒരു പണി ഇല്ലാത്തതുകൊണ്ട് ക്യാമറ തൂക്കി നടക്കുന്നവരാണ്. പിന്നെ വേറെ കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പൊ നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നു. ഇപ്പൊ ചെറിയ കടകൾ കാണുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് കൊടുത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ഫ്രീ ആണ്. നാട്ടുകാരുടെ വിചാരം എന്താണ്? അവനാ കടയിൽ പോയാൽ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും, അവനാ കടയിൽ പോയി ഇത് കിട്ടും. ആ ഒരു ആക്ച്വലി അങ്ങനല്ല. നമ്മൾ ഈ ചെറിയ സംരംഭകരെ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് കൊടുത്ത് കഴിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. പ്രൊമോഷൻ അതിന്റെ രീതി, പ്രൊമോഷൻ അറിയാലോ. പ്രൊമോഷൻ വേറെ സൈഡ്, ഇത് രണ്ട് സൈഡ്, ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി പൊതുവെ സൊസൈറ്റിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആണ്. അതെ, ഭയങ്കര അല്ല, നെഗറ്റിവിറ്റി ഉണ്ട്, ഒരു പരിധി വരെ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ ഹരിയണ്ണൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ കണ്ടന്റ് വെച്ച് ജീവിക്കുന്നു എന്നുള്ള രീതിയിലാണ്, ഒരു പുച്ഛമാണ്. ആക്ച്വലി ഓരോ ഇൻഫ്ലുവൻസേഴ്സിന് ഓരോ കണ്ടന്റ് ആണ്. പുള്ളിയുടെ കണ്ടന്റ് അതാണ്, നമ്മുടെ അതെ, ഡിഫറെന്റ് കണ്ടന്റ്സ് ആണ്. പക്ഷെ ഈ ഒരു കണ്ടന്റുകൾ ഇറക്കാൻ അതിന്റേതായ കഷ്ടപ്പാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. സോ അതുപോലെ വരുന്ന സിറ്റുവേഷൻസിലാണ് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങൾ ഒരുപാട് വരുന്നത്. സോ അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ? നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലും പോസിറ്റീവ് വന്നിട്ട് ഒരു നെഗറ്റീവ് ഒരു വിഷമം വരും. ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ബാക്കിലെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ പണിയാണ്. ഇത് ഇങ്ങനെ ഒരു 1.5 മിനിറ്റത്തെ നമുക്ക് കാണാൻ കൊള്ളാം, വിമർശിക്കാം, അനുകൂലിക്കാം. 1.5 മിനിറ്റ് വീഡിയോ എനിക്കൊന്ന് എഡിറ്റിംഗ് തന്നെ. ഇപ്പം ആദ്യമൊക്കെ ഇപ്പം ആളെ വെച്ച് ചെയ്യുന്ന ഒരു 6 മണിക്കൂറൊക്കെ എന്തായാലും വേണം അറിയാലോ. പല ക്ലിപ്സുകൾ ഷഫിൾ ചെയ്ത് ആ ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്ന 1.5 മിനിറ്റ് ആണെങ്കിലും അതിന് എഫേർട്ട് ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പം പുറമേ കാണുന്നവർക്ക് സംഭവം സിമ്പിൾ ആണെങ്കിലും എല്ലാ പണിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഈ നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ വരുമ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് അല്ല, അങ്ങനല്ല. ഇന്ന് നിങ്ങൾ നെഗറ്റീവ് ആയെങ്കിൽ നാളെ നമ്മളോടൊപ്പം ചേർത്ത് ആഗ്രഹിക്കും. നമ്മളെ എതിർക്കുന്നവരെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ വിജയം തീർച്ചയായിട്ടും. അപ്പം ആരെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കൂടെ നിന്ന് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. തീർച്ചയായും. അപ്പം ഇനിയിപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ രേണുസുതി ചേച്ചിയെ പിടിക്കാം. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഒരിക്കലും ബിഗ് ബോസ് പോയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം രേണുസുതി എന്ന് പറയുന്ന ആളെ പറ്റി എന്താ പറയുക? രേണുസുതി ബിഗ് ബോസിലേക്ക് വരുന്നു. അതെ,
അതെ തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ പ്രതീക്ഷ അത്രയും പുള്ളി അതിലൊക്കെ പറ്റിയില്ല. ആക്ച്വലി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക. പുള്ളിക്കാരുടെ സ്പേസിൽ പുള്ളിക്കാരി പറ്റുന്ന ജീവിക്കുന്നത്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് എനിക്ക്, പക്ഷെ പുള്ളിക്കാരി ഒരു കഴിവുണ്ട് കേട്ടോ. എത്ര നെഗറ്റീവ് അടിച്ചാലും പുള്ളിക്കാരി അത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അത് ഞാൻ പുള്ളിക്കാരി ഞാൻ അംഗീകരിച്ചു കൊടുക്കുക. നമ്മളിപ്പം ഞാൻ വീഡിയോ ചെയ്താലും നമ്മളൊരാൾ നെഗറ്റീവ് ആയാലും സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞല്ലോ കിടക്കുമ്പോഴേ ഇങ്ങനെ വരും, തെനട്ടി വരും സ്വാഭാവികമായിട്ട്. പക്ഷെ പുള്ളിക്കാരി അത് പുറത്ത് കാണിക്കുന്നുമില്ല, പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് പുള്ളിക്കാരുടെ വിജയം കേട്ടോ. ഓക്കെ. ഇപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അക്ബറിനെ പറ്റി എന്താണ് ഒപ്പീനിയൻ? അക്ബറിനെ പറ്റി പറയുകയാണെങ്കിൽ അക്ബർ നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. അപ്പാനി ഔട്ടായപ്പോ മസ്താനി ഒരു ഡയലോഗ് അടിച്ചു. പക്ഷെ ആ നോട്ടത്തിലുണ്ട്, അക്ബറിന്റെ നോട്ടത്തിലുണ്ടല്ലോ. അവന് പറയണ്ടല്ലോ. പിന്നെ അക്ബർ പാട്ടുകാരൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോ കുറച്ചൊക്കെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് അത് എനിക്കൊന്ന് ആസ് എ ഗെയിമായിട്ട് കാണുമെന്ന് കുഴപ്പമില്ല. അല്ലാതെ വരുമ്പം പിന്നെ ഈ ഗെയിം എന്താണെന്ന് അറിയാതെ ഈ സാധാരണപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ഈ കാണുന്ന ഇവൻ ഇങ്ങനത്തെ ആണെന്ന് ചിന്തിക്കും. പക്ഷെ കുഴപ്പമില്ല, പുള്ളിക്കാരനും അത്യാവശ്യം നല്ലൊരു ഗെയിം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ തന്നെ കോമ്പറ്റീവ് കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, എല്ലാവരും ഗെയിമാണല്ലോ. അതെ. ഇപ്പം നമ്മുടെ കഴിഞ്ഞ സീസൺസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലോക്കൽ ആവുന്നുണ്ട് ബിഗ് ബോസ് എന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ സീസണില് അതായത് നമുക്കിപ്പം ഇത് 7ാമത്തെ സീസൺ ആണ്. 6 സീസൺ വരെ ഫൈറ്റ് ഉണ്ടാവാറുണ്ട്, കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവിടെ ഒരു ഇത് വിട്ടു പോകാറില്ല. പക്ഷെ ഈ ഒരു അതെ ഇവിടെ പരിധികൾ വിടുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ലോക്കൽ ഒരു കാര്യമുണ്ട്. ഇപ്പം പഴയ കാലം എടുക്കുവാണെങ്കിലും പഴയ ജനറേഷൻ ഇപ്പൊ കൂടുന്തോറും വീര്യം കൂടുന്തോറും അതിനുള്ള മാറ്റം വരും. അത്രേ ഉള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് പഴയതെന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം ഒരു നിലവാരക്കുറവ് ഉണ്ടാവുന്നു. പഴകം തോറും വീര്യം കൂടുന്ന പറയുന്നത് പറഞ്ഞാൽ അവര് ഈ ഓരോരോ സ്റ്റെപ്പ് ഇപ്പൊ അടുത്ത ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് വന്ന ഈ കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവര് ആ ഒരു ലെവലിലുള്ള പ്ലേയേഴ്സും അവര് കൂടെ വേറൊരു ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ വന്നേക്കുന്നത് അത് അത്രത്തോളം അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു. പിന്നെ നമ്മള് ഇത് പറയാൻ ആളല്ല എങ്കിലും നമ്മുടെ അഭിപ്രായം പറയുന്നത് പ്രേക്ഷകർ എന്ന നിലയ്ക്ക് മാത്രമാണ് അഭിപ്രായം. അല്ലാതെ ഇതിന്റെ ഒന്നും തലതൊട്ടപ്പനോ അങ്ങനൊന്നും അല്ലല്ലോ. പൂക്കാൻ വരരുത്. ഇതുകൊണ്ട് ഒരു ട്രോളും വരില്ല, ഒരിക്കലും വരില്ല. അതെ. ഓക്കെ. ഇപ്പം നമ്മുടെ ബിഗ് ബോസിൽ തന്നെ കുലസ്ത്രീ കോൺസെപ്റ്റുകൾ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ? കുടുംബ പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലോട്ട് പോവല്ലേ ചെയ്യുന്നത്? അതേ സീരിയല് പോലെ ആ ഒരു രീതിയിലോട്ടല്ലേ ഇപ്പൊ പോകുന്നത്. കാരണം ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. ഞാനിപ്പോ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഡെയിലി ഇരുന്ന് കാണും. ഞാൻ സുഹേലയ്ക്ക് ആഗ്രഹമുണ്ട് ബിഗ് ബോസ് പോകാൻ? എനിക്ക് ആഗ്രഹമില്ല. അല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബട്ട് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി ഒരു ലെവൽ ഇത് കണ്ടപ്പം ഈ ഒരു സീസണോടെ കണ്ടപ്പോ ഈ സീസൺ ഇങ്ങനെ പോട്ടെ, അടുത്ത സീസണിൽ പിടിക്കാൻ ഇല്ല ഇനി ഞാൻ നോക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല, സത്യം പറഞ്ഞാൽ ഞാൻ താല്പര്യമില്ല. ഞാൻ പിടിക്കുക എന്തിനാണ് വെറുതെ നിങ്ങൾ എന്നെ കോൺട്രവേഴ്സി ഉണ്ടാക്കി? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാനാണ് വന്നത്, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാനല്ല. എനിക്കറിയാം അത് ഇപ്പം ബിഗ് ബോസിൽ പോയ പല ആൾക്കാരും ഇപ്പൊ കഴിഞ്ഞ വർഷം അഖിൽമാരാർ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം അഖിൽമാരാർ പറഞ്ഞു മറ്റേ ലുലുമാളിൽ പോയി മുണ്ടു വെക്കുന്നതാണ് ബിഗ് ബോസ് പോകുന്നതിനേക്കാൾ നല്ലത്. അതെ, പുള്ളി എൻട്രി ചെയ്ത് പുള്ളി വീണ്ടും ഈ ഒരു സീസണിലും പുള്ളി വന്നു. അതെ, ഗസ്റ്റ് ആയിട്ട് വന്നു. താല്പര്യമില്ല. നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഇല്ല, ഞാൻ പോവില്ല. ഇല്ല, വേണ്ട. നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പോയാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അതെ, ആർമി. അജ്മൽ അജി ആൻഡ് അഫ്സൽ കേസ് പൂരത്തിന്റെ ആർമി ആയിട്ട് എന്നെ ഷാലു എന്ന് വിളിച്ചാൽ മതി, എന്നെ സുഹൈലാന്ന് വിളിക്കട്ടെ. ഷാലു എന്ന് വിളിച്ചാൽ മതി, അല്ല നല്ലത്. അതെ, ആങ്കർ ഷാലു എന്നാണ്. അതെ, തീർച്ചയായിട്ടും. അയ്യോ, ഞാൻ പാവാണ് സത്യം പറഞ്ഞാൽ. എല്ലാരും അല്ല, ഈ ആങ്കറിംഗ് എല്ലാവർക്കും പറ്റുന്നതല്ല. സ്പോണ്ടേനിയസ് ടൈമിംഗിൽ ആ ഒരു തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാൻ നമ്മൾ കഷ്ടപ്പാടാണ്. അപ്പൊ നമ്മൾ ഓരോ ഡയലോഗും ഇവരെനിക്ക് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെ വിളിച്ചു ചേർത്ത് ഇവർക്ക് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവരെ എനിക്ക് ട്രോൾ ഉണ്ടാക്കി തരുന്ന തോന്നുന്നത്. ഓക്കെ. ഇപ്പം ഇതുപോലെ ലൈഫിലും ഭയങ്കര തമാശ പറയുന്നവരാണോ നിങ്ങൾ? ഏത് നേരം തമാശ പറഞ്ഞ് ചിരിച്ചു കളിച്ച് നടക്കുന്നവരാണോ, അതോ ഉള്ളിൽ ഒരുപാട് വിഷമമുള്ളവരാണോ? തമാശ പറയും, ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടും. നമ്മളുടെ മാത്രമായിരിക്കും, സന്തോഷങ്ങളില്ലാണ്ട്. അതെ, തീർച്ചയായിട്ടും.
ആണ്. അപ്പൊ പിന്നെ വിഷമങ്ങളുണ്ട്. എന്തെന്നാലും നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ നമ്മളെപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കും. പുറമേ നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കും. കാണുക നിങ്ങളുടെയൊക്കെ ലൈഫ് അടിപൊളി സെറ്റ് ഇങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. പക്ഷെ എല്ലാവരുടെ ലൈഫിന്റെ ബാക്കിൽ അതെ 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 അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് ചിരിപ്പിക്കുന്നവരുടെ ഉള്ളില് വേദന ഉണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കുന്നു. ഇപ്പൊ ഈ ഒരു ഇൻഫ്ലുവൻസർ ഇതിലോട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എന്തായാലും വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവല്ലോ. ആ സമയത്ത് നിങ്ങളെ പുറകിൽ നിന്ന് കുത്തിയല്ല നിങ്ങളെ ഇതാക്കി പോയവര് നിങ്ങളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പം ഹായ് അജ്മൽ അജി, ഹായ് അഫ്സൽ കേസ് പൂരം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവരെ നമ്മൾ ആ ചെറു ചിരിയോടെ സ്വീകരിക്കും. ഓക്കെ, അപ്പൊ പ്രശസ്തി കണ്ട് മാത്രം കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനില്ല, നല്ലൊരു ശതമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ അറിയാവുന്ന പിള്ളേർ തന്നെയുള്ളു. പിന്നെ ഒരുപാട് പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവും ഞങ്ങൾ പ്രതീക്ഷയില്ല. ഒത്തിരി ഹാപ്പി ആയിട്ടോ. ഈ അടുത്തിടയ്ക്ക് എന്നോട് ഞങ്ങളോട് പഠിച്ചൊരു കൂട്ടുകാരിയുണ്ട്, ആതിര നഗർ. പുള്ളിക്കാരി വീഡിയോ കണ്ടിട്ട് എന്നെ കണ്ട് യാദൃശ്യം കണ്ടോ, ഞാൻ ഞെട്ടിപ്പോയി, നീ വീണ്ടും എടുത്ത് നോക്കി നിങ്ങളാണോ നിങ്ങൾ അടിപൊളിയായിട്ട് സെറ്റ് ആയെന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം നമ്മൾ കോളേജ് ലൈഫിൽ ഞങ്ങൾ കുറച്ച് അടിച്ചുപൊളിയായിരുന്നു. ഏതറിയാലോ. അപ്പൊ നമ്മുടെ സാറന്മാര് അന്ന് നമ്മളോട് പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ അടിപൊളിയാവുമെന്ന്. അത് മാറ്റിയെടുത്താൽ മതി. അപ്പൊ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഉദാഹരണമുണ്ട്. ഇപ്പൊ ഈ ഓണപരിപാടിക്ക് കരുന്ന ചവറ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ ഓണത്തിന് ഉദ്ഘാടനത്തിന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. പുള്ളിക്കാരൻ മലപ്പുറത്ത് വരാൻ പറ്റിയില്ല, ഞാൻ പോയായിരുന്നു. ആ വീഡിയോ ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് വിളിച്ചിട്ട് സന്തോഷം കേട്ടോ, അടിപൊളിയായി, ഇത്രയൊക്കെ ലെവലെത്തി, സ്റ്റേഷനിലൊക്കെ വിളിക്കാറായോ? അങ്ങനെ വിളിക്കുന്നവരുണ്ടേ, സ്റ്റേഷനിലേക്ക് ഗസ്റ്റ് ആയിട്ട് വിളിക്കാറായോ? അത് ചിലത് പറയും ഒത്തിരി ഹാപ്പി ആയിട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല പരിപാടിയായിരുന്നു, ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ, അങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ദൈവം സഹായിച്ചു ഇതുവരെ നെഗറ്റീവ് ഇല്ലെന്നല്ല, എങ്കിലും കൂടുതലും പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ആളുകൾക്ക് ഒരു അപ്രോച്ച് കിട്ടുന്നത്. പിന്നെ നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യനില്ലല്ലോ, തീർച്ചയായിട്ടും നമ്മൾ എത്ര നെഗറ്റീവ് ഒക്കെ വരും. തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. മാക്സിമം നമ്മൾ കാരണം ഒരാളെ ദ്രോഹിക്കാൻ നോക്കത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ വന്നപ്പോ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റീവ് പ്രസൻസ് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. ഞാൻ നോർമലി സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്ത ആളാണ്. നിങ്ങൾ വന്നപ്പോ എല്ലാം പോയി, പിന്നെ അങ്ങോട്ട് ചിരിച്ചോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവർക്കും തരുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉള്ളിന്റെ ഉള്ളില് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടാവാം, കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ പുറമെ നമ്മൾ ചിരിച്ച് മറ്റുള്ളവർ ഹാപ്പിയാണ്, നമ്മുടെ ഒരു സിറ്റുവേഷനിലൂടെ ഒരാൾ പോരുതെന്ന് ചിന്തിക്കുന്നവരാണ്. അതാണ്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മളൊത്തിരി നമ്മുടെ കൂടെ ക്ലോസ് ആയിട്ട് നടക്കുന്നവർ നല്ല നമ്മുടെ അവരൊക്കെ നമ്മളോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് കാണിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. ആക്ച്വലി നമ്മള് മറ്റുള്ളവരിലേക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി വെച്ചാൽ കൂടുതലും നല്ല റീലും രണ്ടാണ്. 1.5 മിനിറ്റ് റീലിന് 1.5 മിനിറ്റ് വീഡിയോക്കകത്ത് നമ്മൾ റീല് കാണിക്കും, ബാക്കി റിയൽ ആയിരിക്കും. അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മള് ഈ റീലിൽ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ. ഇത് റീൽ എടുത്തതാ, റീലെടുത്ത് കാലൊക്കെ ഇതായിട്ട് വന്നേക്കുന്നത്. റിയൽ ആയപ്പോഴത്തേക്ക് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ചെറിയ സംഭവം എടുത്താ, അതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് വീണു, സ്ലിപ്പ് ചെയ്ത് ലിഗമെന്റ് പണി. അയ്യോ, റീലില് ഭയങ്കര രസമായിരിക്കും വരുന്നത്. റീലില് ഞാൻ അനുഭവിക്കാം. അതെ, റിയലില് നമ്മൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്, അതിന്റെ പെയിൻ ഒക്കെ അനുഭവിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ പാട്ടൊക്കെ പാടുക? ഞാൻ പാടില്ല, ഇവൻ പാടും. ഞങ്ങൾ പാടി നിങ്ങൾ പാടുപെടും. രസല്ലേ, പാട് കേക്കട്ടെ. സത്യത്തിൽ ഈ പാട്ട് ഞാൻ പാടി കഴിഞ്ഞാൽ കോളേജിൽ പഠിച്ചവര് വരെ എന്നെ പ്രാകും. കാരണം ഞാൻ അന്ന് തൊട്ട് ആകെ രാകുന്ന 2 വരിയാണ്. അല്ല, അങ്ങനെ എല്ലാവർക്കും ഒരു പാട്ടുണ്ടാവുമല്ലോ. പഠിക്കോ, നീ പഠിക്കോ? അതവിടെ കലാപുഴ വരിക്കച്ചക്കട ചൊള്ളക്കണ്ണക്കിന്ന് തുടുതുടുത്തൊരു കല്യാണി, ആ തുടുതുടുത്തൊരു കല്യാണി, വടകരയില് കവടിയാടുമ്പം കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം, ചാർത്തുള്ളി മുന്ന തുള്ളക്കെണ്ണ മൂർച്ചയുള്ളൊരു നോട്ടമ, ആ മൂർച്ചയുള്ളൊരു നോട്ടമ, കാലിടരണ വയറിയണ ഇടികുടങ്ങണ നെഞ്ചിലടി, ആ ഇടികുടങ്ങണ നെഞ്ചിലടി. ഇത് പിന്നെ കൂടെ ഒന്ന് കോറസ് പാടുന്ന ആളാണല്ലേ? ആക്ച്വലി എനിക്ക് പാടാൻ വലിയ കഴിവൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങള് വെറും 2 മക്കൾ മാത്രമേ ഉള്ളൂ? അത് ശരിയാ. അതെ അതെ, ആദ്യം തന്നെ 2 പേരുണ്ടായി, പിന്നെ വീട്ടുകാർ വിചാരിച്ചാണ് മതി, ഇവര് 2 പേരെ കൊണ്ട് തന്നെ മതി. ഓക്കെ, നിങ്ങൾ ആരാ മൂത്തത്? ഇരട്ടകളിൽ മൂത്തത് ആളാണ്, അപ്പൊ ഇളയത് ആളാണ്. ഓക്കെ,
കൊള്ളാം. കാഴ്ചയിലുണ്ടല്ലോ. അതെ അതെ. പക്ഷെ നിങ്ങൾക്ക് അതല്ല ഞാൻ ആലോചിക്കുന്നത്, പൊതുവെ ഇരട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറുക് വെച്ചവൻ അപ്പു, ഈ മറുക് വെക്കാത്തവൻ അച്ചു എന്നൊക്കെ പറയുന്ന പോലെ. മറുകൊന്നും വേണ്ട, ഹൈറ്റും ഉണ്ട്, അതും വ്യത്യാസമുണ്ട്. അല്ല ഞാൻ നിങ്ങള് ബ്രദേഴ്സ് ആന്നുള്ള രീതി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, പിന്നെ എനിക്ക് തോന്നി ബ്രദേഴ്സ് ആയിരിക്കും. പക്ഷെ ട്വിൻസ് ആന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് കണ്ടപ്പോ ഞങ്ങൾ കണ്ടപ്പോ എന്ത് മനസ്സിൽ വിചാരിച്ചേ? നിങ്ങൾ ഫ്രണ്ട്സ് ആന്ന് വിചാരിച്ചു. അല്ല, ആ പ്രോഗ്രാമിലൊക്കെ വന്ന കയറിയപ്പോ എന്ത് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ആരാ. അല്ല എന്നോട് ഇവിടുത്തെ ബാക്ക് സ്റ്റേജ് വന്നിട്ട് അജ്മൽ അജി അഫ്സൽ കേസ് പൂരം, അജ്മൽ അജി അഫ്സൽ കേസ് പൂരം. ഞാൻ വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കിയപ്പോ നിങ്ങൾക്കുള്ള ഹോൾഡ് ചില്ലറ. ഞാൻ നോക്കുമ്പോ ഒരുവിധപ്പെട്ട ആളുകളെ, സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരോട്ടും ഒരു ഭയങ്കര ടൈപ്പ്. നമ്മള് ചില്ലറക്കാരൊന്നും അല്ല. പിന്നെ ഞാൻ നോക്കുമ്പോ എല്ലാ ദിവസവും കരുനാഗപ്പള്ളി അവിടെ ഇവിടെ ഉദ്ഘാടന പോസ്റ്റ് ഉണ്ടാവും, ഓരോ ഉദ്ഘാടന പോസ്റ്റ് ഉണ്ടാവും. കൊള്ളാം. എന്തായാലും നിങ്ങളുടെയും എല്ലാവരും സപ്പോർട്ടോടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായും ഇവിടെ ഇരിക്കുന്നതും നമ്മളെ കാണുന്നവരുടെ സപ്പോർട്ട്. അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ വിളിക്കാൻ നിങ്ങൾ കാരണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായതുകൊണ്ടാണ്. തീർച്ചയായും അങ്ങോട്ടൊക്കെ ഉണ്ടാവട്ടെ. അതെ. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും ബിഗ് ബോസ് പോയില്ലേ? ഫ്രണ്ട്സ് ആരും പോയില്ല. ഇല്ല, ആരും പോയില്ല. ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യം എക്സ്പെക്ട് ചെയ്തായിരുന്നോ പോകുന്ന? ഒരുപാട് നിങ്ങൾക്ക് പോയിക്കൂടെ? ഒത്തിരി ചോദിച്ചു. തീർച്ചയായും ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കായിരുന്നല്ലോ. അല്ല അവിടെ പിന്നെ ചിരിക്കാനുള്ള കണ്ടന്റ് ഒന്നുമില്ല, അവിടെ മൊത്തം അടിയും പിടിയും. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയ കൊള്ളാന്ന് വിചാരിച്ചു. നിങ്ങൾ മാത്രം രണ്ടുപേരും. അപ്പം എന്റെ മുമ്പിൽ ഇത്രയും നേരം ഇരുന്നത് കരുനാഗപ്പള്ളിയുടെ മുത്തുകളായിട്ടുള്ള അജ്മൽ അജീം, അഫ്സൽ കേസ് പുരം ആണ്. സോ അവരുമായിട്ടാണ് നമ്മൾ ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ, അതിനു മുമ്പ് ഇവർക്ക് എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത് ചോദിക്കാം. എന്താ പറയാനുള്ളത്? ഈ നമ്മുടെ ഈ ഇന്റർവ്യൂ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമുക്ക് നിങ്ങളോടുള്ള നന്ദിയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഇവര് വിളിക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ്. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അപ്പൊ നമുക്കൊരു സൂപ്പർ ആങ്കർ ആയിട്ടുള്ള ഷാലു ആങ്കർ ഷാലുവിനോടൊപ്പം ഇങ്ങനെ അവസരം കിട്ടി. ഷാലു ഇനി നമ്മൾ വീണ്ടും കാണുമായിരിക്കും. വീണ്ടും കാണാം. ബൈ പറയാം. ഓക്കെ, അപ്പം ബൈ.